Co-powered by Lasa Ice Creams and Damro Furniture. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing Boing, Co-powered by Lasa Ice Cream. Boing, 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 boing. എന്താ എനർജി, എന്താ മച്ചാ energy? നീ പൊളിച്ചടാ. പക്ഷേ ഞാൻ എപ്പോഴും പഠിക്കാറുണ്ട്. ഇന്നലെ നിങ്ങൾ ചെയ്തത് എന്റെ മനസ്സിലുള്ളിടത്തോളം കാലം അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. നമ്മൾ മത്സരിച്ചിട്ട് യുദ്ധം ചെയ്തിട്ട് നേടാൻ എന്റെ വേണ്ടി പെണ്ണുങ്ങളി ഞാൻ ഇന്നലെ മനഃപൂർവ്വം ചെയ്തതല്ല. നിന്റെ മുഖം കണ്ടിട്ട് അവർക്കും പണി തരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ല, അവരെന്ത് ചെയ്തെന്നറിയോ? അവരെന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളെ 100 ദിവസം ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടില്ലേ? അവര് കൊണ്ടുപോയിട്ട് 1 മണിക്കൂർ എന്നെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിട്ട് ആ 100 ദിവസം ഒരുമിച്ച് കാണിച്ചു തന്നു. നക്ഷത്രങ്ങൾ ഇങ്ങനെ അപ്പൊ നീ ഒരു കാര്യം, ഇതിന്റെ ചുണ ഉണ്ടെങ്കിൽ നീ നിന്റെ ടീമിനെ ഇന്ന് ഇറക്കിയിട്ട് ഇതിന്റെ വാശി. എന്റെ ടീം ഇതേ വരാൻ വേണ്ടി പോകണം. അതിനു മുമ്പ് ഈ 2ാം സ്ഥാനത്ത് വരാൻ പോകുന്ന ആ ഒരു ടീം ഉണ്ടല്ലോ, അവിടെ 2ാം സ്ഥാനമല്ല, ടീം എ എന്ന് പറയുന്നത് എപ്പോഴും 1ാം സ്ഥാനം. അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോക്കുമ്പോ നിങ്ങൾ വിളിച്ചെന്തായാലും ഞാൻ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ഗേൾസ് ഫ്രം ടീം എ. ഈ ചക്കക്കൂട്ടം കാണുമ്പോൾ ഗ്രഹണി പിടിച്ച പിള്ളേരുടെ ഒരു സ്വഭാവം ഉണ്ട്. അതുപോലെ അത് ഡാൻസ് കളിച്ചതിനെ പറ്റിയായിരിക്കും. ഞാൻ ഡാൻസിൽ പിച്ച വെച്ച് വളർന്നു വരുന്ന ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അതത്രേ ഉള്ളൂ. നിങ്ങൾ കുറച്ചേര് കളിക്കുന്ന കാണുമ്പോ നിങ്ങൾ വെറുതെ തുള്ളുകയാണല്ലോ നിർത്തിയിട്ട് ഞാനും കൂടെ തുള്ളിന്ന് മാത്രമേ ഉള്ളൂ. 100 പോയിന്റുള്ള ഇതിന്റെ എല്ലാം വാട്ടവും പലിശയും നമുക്ക് ഗോതയിലേക്ക് ഇറങ്ങാം. അതിനു മുന്നേ എനിക്ക് ഗോതയിലേക്ക് നിങ്ങൾ മത്സരിക്കാനുള്ളൂ. നിങ്ങൾ അധികം നിർത്തി ഇവിടെ ക്ഷീണിപ്പിക്കാൻ എനിക്ക് വയ്യ. ചെന്നിരിക്കും. ആദ്യം നമുക്ക് പരിചയപ്പെടാം. പാർവതിയെ കുറിച്ച് പറയുകയാണെങ്കിലേ ഈ അച്ചാർ പോലെയാണ്. നമുക്ക് സദ്യ ആണെങ്കിൽ അച്ചാർ വേണം, ബിരിയാണി ആണെങ്കിലും അച്ചാർ വേണം. അതായത് പാർവതിയെ സംബന്ധിച്ച് TV തുറന്നു കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാമിലും പാർവതിയെ കാണാം. അടുത്ത് ഐശ്വര്യ സംബന്ധിച്ചിടത്തോളം എവിടെ മത്സരം ഉണ്ടോ അവിടെ ഐശ്വര്യ ഉണ്ടാകും. ഐശ്വര്യ, അപ്പൊ ഈ മത്സരത്തിലും ആ ആക്രാന്തവും വെപ്രാളവും വെറുതെ എല്ലാം കാണും. അടുത്ത ആൾ ഇരിക്കുന്ന നോക്കിയേ, അങ്കമാലി ഡയറക്ടറിൽ തേപ്പ് കിട്ടിട്ടിരിക്കുന്നു. എന്താ പേര്? ഇനി നിന്റെ ആ സൗന്ദര്യമുള്ള ടീം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്റെ പിള്ളേർ സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞത്. ആ ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേരെ വിളിക്കട്ടെ. അപ്പൊ എന്റെ സ്വന്തം ടീം എന്തോ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികൾ എന്റെ കൂടെ കളിച്ച ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ അലമ്പ് ടീമിന്റെ ഇടയിൽ നിൽക്കണ്ട, നിങ്ങൾ പോയിരുന്നു. എല്ലാ അടിപൊളി പിള്ളേരാണ്. ഇപ്പൊ നിങ്ങളുടെ ടീമിന് ഇനി വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റൊരു സാധ്യതയുണ്ട്, ദൈവത്തില് അഭയം പ്രാപിക്കാം. അപ്പൊ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഇടയിൽ മീഡിയേറ്റർ ആക്കാൻ പറ്റിയ ഒരാള് ഞങ്ങളുടെ ടീമിലുണ്ട്, നമ്മുടെ ഹർഷ. ഒരുവിധ എല്ലാ സീരിയലുകളിലും ഒരു നല്ല ദേവീ ഭക്തിയായിട്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാളാണ്. ദേവിയുള്ള സ്ഥലത്തിനെ പറ്റിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ദേവലോകത്തുള്ള ഒരാളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ദേവലോകത്ത് ഒരു അപ്സരസാണ് വരാൻ പോകുന്നത്. അപ്സരസ് ഇങ്ങോട്ട് വരൂ.
അടുത്തൊരാളുണ്ട്, അടാറാളാണ്. പുള്ളിക്കാരിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല എഴുത്തുകൾ, വെറൈറ്റി ആയിട്ടുള്ള പ്രണയം തുളുമ്പുന്ന എഴുത്തുകൾ കൊണ്ട് വളരെ ഫേമസ് ആണ്. ഈ ഫേസ്ബുക്ക് തുറന്നു പോയി കഴിഞ്ഞാൽ നിറയെ പ്രണയത്തിന്റെ സാഹിത്യത്തിന്റെ അതല്ലേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിനിടയ്ക്ക്, സോറി എടാ, നിന്റെ ടീമിൽ എല്ലാം ഈ പ്രണയവും പുഷ്പിക്കുന്ന സ്വഭാവമാണ്. അയ്യോ അങ്ങനെയല്ല, അങ്ങനെയല്ല. അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ബോയും ബോയിലെ കളിയും ചിരിയ കഴിഞ്ഞു. ഇനിയാണ് മത്സരത്തിന്റെ സമയം. നമ്മുടെ ആദ്യ റൗണ്ട്. അളിയാ, നീ പോകുമോനെ ദിനേശ മത്സരിക്കുന്നതിന് മുന്നേ ആ ഗെയിമിൽ പോകുന്നതിന് മുന്നേ 2 പേരെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കും. ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്നും. അവർക്കായിട്ട് നമ്മളൊരു അടിപൊളി പൊസിഷൻ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ഉയരത്തിലുള്ള പൊസിഷൻ. ടീം എയിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് റിങ്കി. ടീം ബിയിൽ നിന്ന് ഞാൻ എന്റെ വജ്രായുധത്തിനെ വിളിക്കുകയാണ് ഹർഷ. പൊസിഷൻ കണ്ടല്ലോ, അങ്ങോട്ട് കൊമ്പത്ത്, അങ്ങ് കൊമ്പത്ത്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പോ 2 പേർക്ക് നല്ല കിടിലൻ ഒരു പൊസിഷൻ നമ്മൾ കൊടുത്തു. ഇനി വരാൻ പോകുന്ന ടീം അംഗങ്ങൾക്ക് അതിലും കിടലായിട്ടുള്ളൊരു കസേര നമ്മൾ കൊടുക്കാൻ പോകണം. ഇലക്ഷൻ കാലൊക്കെയാണ് വരുന്നത്. കസേരക്ക് അടി നടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കസേര ഓഫർ ചെയ്യണം അങ്ങോട്ട്. പക്ഷെ അളിയാ, ആ കസേര ചുമ്മാ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. ആ കസേരക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സിർന്ന് പായുന്ന ഒരു കസേര. സിർന്ന് പായുന്ന കസേരയ്ക്ക് പ്രത്യേകത മാത്രമല്ല, അതിനകത്ത് കുറെ പോയിന്റ്സുകളും കിട്ടും. പക്ഷെ ചുമ്മാ അങ്ങനെ കിട്ടത്തില്ല. അവിടെ നമുക്ക് കാണാം സ്കോർ ബോർഡിൽ 40 ഉണ്ട്, 60 ഉണ്ട്, 80 ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഇങ്ക് ബോൾ വരും. ആ മഷിപുരണ്ട ബോൾ നിങ്ങൾ എറിയുന്ന സമയത്ത് ആ സ്കോർ ബോർഡിൽ എവിടെയാണോ ചെന്ന് ടച്ച് ചെയ്യുന്നത് ആ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങളുടെ ടീമിലുള്ള ആളുണ്ട്, ഓപ്പോസിറ്റ് ടീമുണ്ട്. ഓപ്പോസിറ്റ് ടീമിന്റെ ആളുടെ മൂക്ക് ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100 പോയിന്റ്സ് ആണ്. അപകടം പിടിച്ച കാര്യത്തിലേ ഉള്ളൂ. സ്വന്തം ടീമിന്റെ മുഖത്തേക്കാണ് എറിയുന്നുണ്ടെങ്കിൽ 0 പോയിന്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ എന്തായാലും കളി ഇത്രയൊക്കെ ആയി. നമ്മുടെ ഐശ്വര്യമായിട്ട് സുറെന്ന് പറഞ്ഞ ആ ചെയറിലിരിക്കാൻ ടീം എയിൽ നിന്ന് ആ ഒരു തരുണിമണി പാർവതി തന്നെ ക്ഷണിക്കുന്നു. പാറു, എങ്ങനെയുണ്ട് ആ ഒരു അടിപൊളി ചെയറിൽ ഇരുന്നിട്ട്? ഒരു ഗംഭീരമൊക്കെ തോന്നുന്നു. സിംഹാസനത്തിൽ ഇരുന്ന ഫീൽ ഉണ്ടോ? ഈ നമ്മുടെ ഭാഗമതിയിൽ അനുഷ്കൊക്കെ ഇരിക്കുന്ന പോലെ പേടിയൊന്നുമില്ലല്ലോ. ലൈറ്റ് ആയിട്ട്. പാർവതി, ഈ സീറ്റിൽ ഇരിക്കുമ്പോ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ താഴെ കാണുന്ന സംഭവം ഉണ്ടല്ലോ, സീറ്റിംഗ് കറക്റ്റ് ആയിട്ട് കാല് പ്ലേസ് ചെയ്യണം. ഇങ്ങനെയാണോ? കുറച്ചും കൂടെ ബാക്കിലോട്ട്. ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇത് മാറരുത്. രണ്ടാമത്തെ കാര്യം, ഈ സൈഡ് ഹാൻഡിൽസിൽ പിടിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ചെയർ നിങ്ങളെ കൊണ്ടുവന്ന് തള്ളിയിട്ടോളും. നിങ്ങളായിട്ട് എടുത്ത് ചാടി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മനസ്സിലായില്ലേ? പിന്നെ ബോൾ കറക്റ്റ് ആയിട്ട്, ഈ ഇങ്ക് ബോൾ കറക്റ്റ് ആയിട്ട് എവിടെ കൊള്ളിക്കണമെന്ന് അറിയാലോ? ഹർഷയുടെ മൂക്ക് തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഇരിക്കണം. ഇടത് മൂക്ക് വേണോ വലത് മൂക്ക് വേണോ അതോ നടുക്കത്തെ പാലും വേണോ? ഹർഷയുടെ മൂക്കിന് തൊട്ട് താഴെ ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു എന്താ പ്ലേ ഗ്രൗണ്ട് പോലെ ഉണ്ട്. മതി, ഓവർ ബിൽഡപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ലാസ്റ്റ് മിക്കവാറും 0ന്റെ താഴേക്ക് പോകേണ്ടി വരും. ചിലപ്പോ മൈനസ് അടക്കം കിട്ടിക്കളെ ഗതികേടായതുകൊണ്ട് വായടച്ചായി ബോളം കൊടുക്കാം. ശരി, ഐശ്വര്യമായിട്ട് തൊട്ട് തൊഴുതൊക്കെ എടുത്തു. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. അപ്പോ ഇനിയാണ് അടുത്ത ചടങ്ങ്. റെഡിയല്ലേ? റെഡിയാണ്. ഉന്നം പിടിച്ചോ? അറിയാലോ, ഹർഷയുടെ മൂക്കിന്റെ പാലം. ഓക്കെ, റെഡി. നീ പോ മോളെ. ദിനേശി ഹർഷയുടെ മൂക്കിന് ഇടിക്കാൻ പറഞ്ഞിട്ട് നീ മൂക്ക് ചപ്പിയതുപോലെ. മൂക്കെന്ന് പറഞ്ഞത് പഞ്ചായത്തിന് പുറത്താണോ? അത് എനിക്ക് തോന്നുന്നു ചേട്ടാ, ഇവരെന്തോ കൂടോത്രം ചെയ്തിട്ട് എന്നെ ആദ്യം എന്താ സ്പീഡൊക്കെ കൂട്ടി അവിടെ നല്ലതൊക്കെ തള്ളി. അവിടെ ചെന്നിട്ട് ശരിക്കും നീ ഹർഷയുടെ മൂക്കിന്റെ പാലം കണ്ടില്ലേ? സ്വന്തം മൂക്കിന്റെ പാലം പോകാതെ നോക്കിയാ അവിടെ എത്തിയപ്പോ. ഞാനൊന്ന് എറിയാൻ നോക്കിയതാ, പക്ഷത്തേക്കും എന്തൊക്കെയോ സംഭവിച്ചു. ആ ബോളിന്റെ പൊടി പോലും കാണാനില്ല. എനിക്ക് ഒന്നുകൂടെ ചാൻസ് കിട്ടിയാ ഒളിമ്പിക്സിൽ വിടാത്തത് ഭാഗ്യം.
അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ബിയിൽ നിന്ന് ഞങ്ങളുടെ ഹീറോ വരാൻ വേണ്ടി പോവാണ്. ദിവ്യ, നമ്മുടെ ലക്ഷ്യം ആ മൂക്ക് മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം Okay. നേരെ താഴെ വീഴുക. ഐശ്വര്യമായിട്ട് ഞാൻ എല്ലാ പ്രാർത്ഥനയോടും കൂടി ഇതേ ഈ ബോളങ്ങൾ പിടിച്ചോ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് കൃത്യമായിട്ട്. ആ മൂക്ക് അവിടെ ഉണ്ടാവരുത് തിരിച്ചു വരുമ്പോ. അപ്പൊ പോലെ റെഡിയാണോ? റെഡി റെഡി. നീ പോ മോളെ. ദിനേശി അധികം ഷൈൻ ചെയ്യണ്ട. എന്നും വെള്ളിയാഴ്ച ആകത്തില്ല. ആ കുട്ടിക്ക് എന്തോ ഒരു അബദ്ധം പറ്റി. സത്യം പറ, അബദ്ധം. അബദ്ധാണോ? അല്ല നമ്മൾ എയിംഡ് ആയിരുന്നു. നമ്മള് ഒരുവിധ എയിം ചെയ്തിരുന്നു അവിടെ. ആ. ഫേസിൽ എയിം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ. മാക്സിമം ട്രൈ ശരിക്കും എവിടെ ചെയ്യണം. നോക്കി ടൈം ചെയ്തു? റിങ്കിയുടെ ഫേസിൽ അതാണല്ലോ നമ്മുടെ റൂള്. ഞങ്ങൾ ഫേസ് നോക്കിയിട്ടാണോ? ആ മൂക്കാണ്, പക്ഷെ മൂക്ക് അങ്ങനെ കാണില്ല. ചെറിയ മൂക്കൊന്നും. എന്തായാലും give a big round of applause. അപ്പൊ ദീപ, ആ. എന്റെ മുത്ത് ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് 60 പോയിന്റ് എടുത്തിട്ട് അങ്ങേ അറ്റത്ത് എത്തിച്ചു. ഞങ്ങളെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ വേറെ ലെവലിൽ എത്തിച്ചു. സോ ഞങ്ങൾക്ക് ഇന്ന് ആഘോഷിക്കണം, അർമാദിക്കണം. ഞങ്ങൾക്ക് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? ഞങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്ക് വേണം. ഞങ്ങൾക്ക് അർമാദിക്കണം. ഓക്കെ, അപ്പോ സൂരജിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ബോയിങ് കോ പവർഡ് ബൈ ലാസ ഐസ്ക്രീമിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ബോയിങ്. Co-powered by Lasa Ice Cream. സൂരജ്, നിന്റെ ആഘോഷം കഴിഞ്ഞു. പക്ഷേ നമ്മൾ എപ്പോഴും പറയും കാവിലെ പാട്ട് മത്സരം എടുക്കാന്ന്. പക്ഷെ ആ ചൊല്ല് ഇവിടെ ഇല്ല. ആ മത്സരം ഇപ്പൊ തന്നെ നിന്നെ എടുത്തോളാം. എന്റെ ദീപ, ഇത് ഷോ തുടങ്ങിയ സമയം മുതൽ ഇതേ തള്ളൽ തന്നെയാണല്ലോ. എന്നിട്ട് ഞങ്ങൾ തള്ളുന്നു പറഞ്ഞു ഞങ്ങൾ പോയിന്റ് എടുത്തോണ്ട് ഇപ്പൊ ഞങ്ങളൊന്നും മിണ്ടുന്നില്ല. ഈ തള്ളെന്ന് പറയുന്നത് എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫ്യൂവൽ നമ്മൾ നിറയ്ക്കുന്ന ഒരു അല്ല, എനർജി. ഈ എനർജി അടിയിൽ എന്തോ ഓട്ടയിട്ട് വന്നു ടാങ്കിന്. എനർജി ഒക്കെ പുറത്തേക്ക് പോവാ. ഇനി എനിക്ക് എന്റെ പ്രതീക്ഷ മൊത്തം നമ്മുടെ ഐഷു കുട്ടിയിലാണ്. ഐഷു, നീ ചതിച്ചു കഴിഞ്ഞാൽ ഞാനും ബോളുമായിട്ട് വീണ്ടും ചാടിച്ചാവും. സത്യം. ഐഷു, ചെറിയൊരു പോയിന്റ് കിട്ടി. പ്രോമിസ്. കം. ഐശ്വര്യമായിട്ട് ആ കടമ്പയിലൊക്കെ കിടക്കാം. എനിക്ക് സകല പ്രതീക്ഷ ഇനി ഐശ്വര്യയിലാണ്. എന്റെ പ്രതീക്ഷയ്ക്ക് ദേവി ചെയ്ത് കാല് കറക്റ്റായിട്ട് പൊസിഷൻ വെക്കുക. ഇതിന് പുറത്ത് വെക്കരുത്, ഇവിടെ കൈ വെക്കരുത്. നീ പോ മോളെ. ദിനേശ, ഞാൻ ആദ്യം പാറു പോയപ്പോൾ പോയിന്റ് പറഞ്ഞത് 100 എടുക്കാനാണ്. പാറു എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ 100-ന് പകരം 0 എടുത്ത് തിരിച്ചു പോകും. ഞാൻ ഐഷു പോയപ്പം മാനം കേൾക്കാൻ വേണ്ടി 40 ചോദിച്ചോളൂ. പക്ഷെ ഇത്ര അനുസരണശീലമുള്ള ഒരു കുട്ടി ഐശ്വര്യ എന്തായാലും 40 പോയിന്റ് കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? ആകാശത്തിലൂടെ പറക്കുന്ന പോലെ. ആകാശത്തോട് എന്ത് പറക്കുന്ന പോലെ? ഞാൻ പക്ഷെ അവിടെ അങ്ങ് പോയി കഴിയുമ്പോ പിന്നെ ഒന്നും ഓർമ്മയില്ല. ഒരു വെടി പോകാം. ആ വീഴ്ചയിൽ സുഖമുണ്ടോ? നല്ല രസമാ ചേട്ടന്. കാരണം ആർക്ക്? എനിക്ക് വേണ്ട. പക്ഷെ നീ ആ വീഴ്ച പറ്റിയതിനു ശേഷം എവിടെയൊക്കെ പോയി എന്ന് മനസ്സിലായി. ഇനി എന്തായാലും കിളി പോലെ വേഗം പോരുത്. ഐശ്വര്യക്ക് നല്ലൊരു അപ്ലോസ് കൊടുത്തേ. ആ, ഇനി അടുത്ത ചാൻസ്. ടീം എ 40 പോയിന്റ് നേടി. ടീം ബി വെറും 60 പോയിന്റ്. വെറും 60 പോയിന്റ് അല്ല, 60 പോയിന്റ്. ഇനി ഞങ്ങളുടെ പോയിന്റിനെ 160 ആക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ചുണക്കുട്ടിയെ, മിടുക്കിക്കുട്ടിയെ അനീഷ സീന, ബാ മോളെ പൊളിക്കാൻ നമുക്ക്. റെഡി? ആ കുട്ടിയുടെ മൂക്ക്, റിങ്കിന്റെ മൂക്ക്. അപ്പൊ നീ പോ മോനെ. ദിനേശി, എന്നാലും
അനീഷേ? ഞാൻ അപ്പഴേ പറഞ്ഞതാ ബോൾ ഞാൻ എടുക്കാന്ന്. ഓ, അതാ പ്രശ്നം. ഞാൻ എടുത്തതാ പ്രശ്നം. അതാ പ്രശ്നം. അവിടെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോച്ചിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. അവിടെ എത്തിയപ്പോ ഒരു കടുകിട മാറിപ്പോയതാണല്ലേ? ആ കസേരക്ക് എന്താ പ്രശ്നം ഉണ്ട്? അതാണ് സംഭവം. മോളെ അവിടെ എന്താ പറ്റിയ ശരിക്കും? അത് ആക്ച്വലി ഞാൻ റിങ്കിയുടെ ഫേസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതാണ് പ്രശ്നം. ബാളും പൊസിഷനിൽ ഒന്നും കോൺസെൻട്രേറ്റ് നമ്മൾ ചെയ്യില്ല. അതാണ് റിങ്കിയുടെ നമുക്ക് face ആകെ മാത്രം. 100 പോയിന്റ് എന്നുള്ള സംഭവം മാത്രമേ മനസ്സിലുണ്ടായുള്ളൂ. ഇറങ്ങി നോക്കണേ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴും എന്താ പറയാ, ആ ചെയറും ബോളും ക്ലോസ് ടു ഫേസ് ആണ് വന്നത്. എന്തായിരുന്നു ഫീൽ? അവര് എന്തായിരുന്നാലും ഇവിടുന്ന് ബോള് ഫേസിൽ വരില്ല എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. അതായത് നിങ്ങളുടെ ടീമിനെ പറ്റി അത്രയും നല്ല ധാരണയോട് അല്ല, കൂടിയാണ് അവിടെ നിങ്ങളുടെ ടീമിന്റെ ആരാ പറഞ്ഞത്? നിങ്ങൾ ഉയരത്തിലിരിക്കുന്നതാണോ താഴെ നിന്ന് കാണുന്നതാണോ ഭംഗി? ഉയരത്തിലിരുന്ന് കാണാൻ ഉയരത്തിൽ നിങ്ങൾ കമ്പനി ആയതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ ഇനി വേറെ നിർദ്ദേശം ശക്തമാക്കരുത് അപ്പൊ കേട്ടോ. ഈ കമ്പനി നമ്മുടെ ആവുന്നതിന് team- വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ വിട്ടാലോ? അപ്പൊ നിങ്ങൾ പോയി സീറ്റിലേക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. അല്ലയാ, തുടക്കത്തിൽ ഞാൻ എപ്പിസോഡ് പറഞ്ഞു എന്റെ ടീം എ അവരുടെ കഴിവുകളെ കുറിച്ച് പറഞ്ഞ തീരത്തില്ല. ഡാൻസിന് ഇപ്പൊ ഐശ്വര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ഐശ്വര്യ വെല്ലാൻ ആരുമില്ല. അടുത്ത് പാറുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാറുവിനെ കുറിച്ച് അല്ലാതെ നമുക്ക് കുറെ പറയാനില്ല. ടിക്ടോക്കിലാണെങ്കിൽ പാറു ഭയങ്കര സ്റ്റാർ ആണ്. അതൊന്നും അല്ലടാ, അവരെ വെല്ലാനായിട്ട് ഒരാൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. എന്റെ ടീമിലുള്ള ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. യു മീൻ ഹർഷ ഓർ ദിവ്യ ഓർ അനിഷ? അതൊക്കെ ചീളന്നേ. ഓഡിയൻസ് എന്നാണോ? ഓഡിയൻസ് അവരുമല്ല. ക്യാമറ വെക്കുന്ന ചേട്ടനാണോ? അവരുമല്ല. നീയാണാ? ആര്? നിന്റെ അവിടെ ഒന്നുമല്ല. നിനക്ക് അറിയാൻ താല്പര്യമുണ്ടോ? അറിഞ്ഞാ തരക്കേടൊന്നുമില്ല. ഇനി അറിഞ്ഞിട്ട് എനിക്ക് വലിയ കാര്യമില്ല. ഈ കസ്തൂരിമാൻ ഉണ്ടല്ലോ, കസ്തൂരിമാൻ ശരിക്കും കസ്തൂരിയുടെ വില അറിയില്ല എന്ന് പറയും. അതുപോലെ തന്നെയാണ്. കസ്തൂരിമാനെ കൊണ്ടുവന്നിട്ടുണ്ടോ നീ കളിപ്പിക്കാൻ? കസ്തൂരിമാനല്ല, അതിനേക്കാളും നല്ലൊരു പേടമാനാ. അതാരാണ്? അറിയാ എടാ, നീ തന്നെടാ. എടാ, നിനക്ക് തരം മതിയായിട്ടില്ലേ? കയ്യടി കൊടുക്കണേ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ ജന്മത്തിൽ നിന്റെ കാലം ഞാനായിരുന്നു, നിന്റെ കൊന്നോ ഞാനായിരുന്നു. അതിന്റെ പകയാണ് നീ അതുകൊണ്ട് അളിയാ, എനിക്ക് നിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കണോടാ. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐശ്വര്യ ക്ലാസിക്കൽ ഡാൻസ് കളിക്കും. പാറുവാണെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡപ്പാങ്കുത്ത് കളിക്കും. എനിക്കൊന്നും ഇഷ്ടമല്ല. അവരുടെ രണ്ടുപേരുടെയും വെല്ലാൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. ശരി, നമുക്ക് ആദ്യത്തെ ഡാൻസ് ആരും തുടങ്ങാം. നീ എന്നെ സെലക്ട് ചെയ്യും. നിന്റെ ആഘോഷമല്ലേ? പാർവതി വേണോ ഐശ്വര്യ വേണോ? രണ്ടുപേരും പോരും. ശരി, രണ്ടുപേരും പോരും. ആഘോഷം തുടങ്ങട്ടെ. അപ്പോ സൂരജിന്റെ ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല, അതുപോലെ ബോയിങ്ങിന്റെ ആഘോഷവും ഇവിടെ തീരുന്നില്ല. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്കും സൂരജിനും ചെറിയൊരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. ദിസ് ഈസ് ബോയിങ് co-powered by ലാസ ഐസ്ക്രീമിൽ ഒരു ഷോട്ട്. വെൽക്കം ബാക്ക് ടു ബോയിങ് co-powered by ലാസ ഐസ്ക്രീം. നമ്മുടെ രണ്ടാമത്തെ റൗണ്ട്, അതായത് രണ്ടാമത്തെ പൂരത്തിനുള്ള സമയമായി. യെസ്. എന്താണ് ആ പൂരത്തിന്റെ പേര്? തോമസ് ഊട്ടി വിട്ടോളാ. പേര് പോലെ തന്നെ ഗെയിം അത്ര ഈസി അല്ല. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമിൽ നിന്ന് 6 പേര് ഇതിൽ മത്സരിക്കും. 6 പേർക്കും അവസരമുണ്ട്. എല്ലാ ആൾക്കാരും മത്സരിക്കാൻ വേണ്ടി പോവാണ്. 2 ടീമിൽ നിന്ന് 2 പേര് 2 സൈഡിലുണ്ടാവും. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാനുള്ള അവസരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി ആ ഡോങ് അടിച്ചിട്ട് വേണം ഉത്തരം പറയാൻ. ഉത്തരം പറഞ്ഞ് ശരിയായാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 50 പോയിന്റാണ്. ഇനി ഞങ്ങൾ റൺ പറഞ്ഞതിന് ശേഷം മാത്രമേ ആ ഡോങ് അടിക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോങ് അടിക്കുന്ന സമയത്ത് കയ്യിലിരിക്കുന്ന ഹാമർ ഒരിക്കലും എറിഞ്ഞടിക്കരുത്. അവിടെ നിന്ന് ആ ഡോങ്ങിൽ അടിച്ചിട്ട് വേണം തിരിച്ചു വരാൻ. സപ്പോസ് നിങ്ങൾ ആ വെള്ളത്തിൽ വീഴ്ന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം അവിടെ നിന്ന് പറയാം. 2 ടീമിന് മനസ്സിലായോ? കാര്യം റെഡിയാണോ? ഓക്കെ. സൂരജിന്റെ ടീം റെഡിയാണോ? എന്റെ ടീം അരമണിക്കൂർ മുമ്പേ റെഡി.
അപ്പോ നമുക്ക് ഒരിക്കൽ കൂടെ പോയിന്റ് പറയാം. ടീം എത്ര പോയിന്റ് ആണ്? 60 പോയിന്റുകൾ. നമ്മുടെ പോയിന്റ് എത്രയാണ്? 40 പോയിന്റ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചു പറയാൻ വേണ്ടി പാടില്ല. ആരോടാണ് ചോദിക്കുന്നത് അവര് മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. ടീം എയിൽ നിന്ന് നമ്മുടെ സുന്ദരി റിങ്കി. ഞാൻ എന്റെ ടീമിൽ നിന്ന് വീണ്ടും എന്റെ വജ്രായുധത്തിനെടുത്ത് പ്രയോഗിക്കുകയാണ്. ഹർഷ. ഈ ടീമിനോടുള്ള ചോദ്യം, ബോയിങ് ബോയിങ് സിനിമയിൽ സുകുമാരി അമ്മയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? അടിച്ചിരിക്കുന്നത്. ശരി, ആ മൈക്കിലൊക്കെ ഐശ്വര്യമായിട്ട് ആ ഉത്തരം പറഞ്ഞു കൊടുത്ത് ഞെട്ടിപ്പിച്ചേ. ഡിക്കമ്മായി. മുരുക, ഈ ഉത്തരം ശരിയാണോ? അപ്പോ അടുത്ത ചോദ്യത്തിന് മുന്നേ ആരൊക്കെയാണ് വരാൻ പോകുന്നത്? ടീം എയിൽ നിന്ന് പാർവതി, ടീം ബിയിൽ നിന്ന് ദിവ്യ വരും. ദിവ്യ. ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛന്റെ അമ്മായി അമ്മ നിങ്ങളുടെ അമ്മക്ക് ആരാണ്? ഇപ്പൊ രണ്ടുപേരും ശരിക്കും റൺ ചെയ്തു. രണ്ടുപേരും കൂടെ ചേർന്ന് സന്തോഷമായിട്ട് ആൻസർ പറഞ്ഞേ. അമ്മ. അമ്മ. പാർവതി, ദിവ്യ, ഒരു അവസരം, നല്ലൊരു അവസരമായിരുന്നു. പക്ഷെ നിങ്ങളായിട്ട് തന്നെ ആ അവസരം പാഴാക്കി. രണ്ട് ടീമിനും പോയിന്റ് ഈ തവണ കിട്ടിയിട്ടില്ല. സന്തോഷമായല്ലോ. അപ്പോൾ നമുക്ക് ടീം എയിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഐശ്വര്യ തന്നെ വിടാം. ടീം ബിയിൽ നിന്ന് അനീഷ ഇപ്പൊ തകർക്കാൻ വേണ്ടി വരുവാണ്. ശരി, ഐശ്വര്യ, അനീഷ, അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നു, ഒരു കഴുത ഒരു കുതിരയെ കണ്ടാൽ എങ്ങനെ കരയും? ഒരു കഴുത കുതിരയെ കണ്ടാൽ എങ്ങനെ കരയും? യെസ്, റൺ. എന്റെ ചുണക്കുട്ടി. അതായത് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു കഴുത ഒരു കുതിരയെ കണ്ടാൽ എങ്ങനെ കരയും? അനീഷ തണുത്ത കുതിര കരയുന്ന പോലെ. ഒരു കഴുത കുതിരയെ കണ്ടാൽ എങ്ങനെ കരയും? ദാറ്റ് മീൻസ് സൂരജിനെ കണ്ടാൽ അനീഷ എങ്ങനെ കരയും? അല്ല, നേരെ തിരിച്ചിട്ട്. അവസരം അടുത്ത ആൾക്ക്. അല്ലല്ല, ഞാൻ പറയാം എങ്ങനെയാണ് ഇല്ല, time out, time out പറഞ്ഞില്ല. ഇല്ല, അതിന് കുട്ടി സമ്മതിക്കില്ല. പറഞ്ഞോ, ഉത്തരം പറ. കുതിര അത് കരയുന്ന പോലെ കരയും. ഓക്കെ, അടുത്ത ആള്. എന്താണ് മാക്രി? ഇത് കഴുത. അനീഷയുടെ വീട്ടില് കഴുത കരയുന്ന ആട് കരയുന്ന പോലെയാണ്. ലാസ്റ്റ് ചാൻസ്. പെർഫെക്റ്റ് ആയിട്ട് ആർക്ക് കരയാം? ശരി, എന്തായാലും ടീം ബി അല്ലേ ആദ്യം ഡോങ് അടിച്ചത്. ഒരു ചാൻസ് കൂടെ കൊടുക്കാം. കരയൂ. ഇത് പോയി, ചാൻസ് പോയി. സെക്കൻഡ്. കുഴപ്പമില്ല. അപ്പോ മുരുക, ഉത്തരം ശരിയാണോ? ഐശ്വര്യ. അലീഷ, ഈ വിഷമൊക്കെ കളയുക. ഇനി 3 ചോദ്യമുണ്ട്. ഉത്തരം പറയാനുള്ള ചാൻസ് ഇനിയുണ്ട്. അപ്പൊ ഇതിലൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. പോയ പോയിന്റ്സ് ഒക്കെ അതിന്റെ ഇരട്ടിയായിട്ട്
തിരിച്ചു പിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യത്തിന് നമ്മളെ ടീം എയിൽ നിന്ന് പോകുന്നത് അഗൈൻ റിങ്കി പോകുമ്പോ റിങ്കിയെ നേരത്തെ തറ പറ്റിക്കാൻ ശ്രമിച്ച് കടുകിടക്ക് മിസ്സായി പോയ ഞങ്ങളുടെ മുത്ത് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നു. ഹർഷ. അപ്പൊ ചോദ്യം ഇതാണ്, ആഫ്രിക്കയിൽ ജനിക്കുന്ന കുട്ടിയുടെ പല്ലിന്റെ നിറമെന്ത്? ഒരിക്കൽ കൂടെ ചോദ്യം, ആഫ്രിക്കയിൽ ജനിക്കുന്ന കുട്ടിയുടെ പല്ലിന്റെ നിറമെന്ത്? റൺ. അപ്പൊ വീണ്ടും ആ ടീമിലേത് ആ ചുണക്കുട്ടി റിങ്കി തന്നെയാണ് ഡോങ്ങിൽ ഫസ്റ്റ് അടിച്ചിരുന്നത്. ഹർഷ, ശരിക്കും എന്താ അവിടെ പറ്റിയേ? എനിക്ക് ഓടിയെന്ന് അറിയാം, പക്ഷെ അവിടെ നിന്ന് വീണു. പക്ഷെ ആദ്യം എത്തിയത് ഹർഷയായിരുന്നു അല്ലേ? പക്ഷെ ഡോങ്ങിൽ അടിച്ചത് റിങ്കി ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും റിങ്കിക്ക് ആൻസർ പറയാനുള്ള സമയമായി. ആഫ്രിക്കയില് ജനിക്കുന്ന കുട്ടികൾക്ക് പല്ലുണ്ടാവില്ലല്ലോ. ബാക്കി എല്ലായിടത്തും അപ്പൊ ബാക്കിയുള്ളവർ ജനിക്കുന്ന കുട്ടികൾക്ക് പല്ലുണ്ടാവും. എവിടെ തിരിച്ചാലും കുഞ്ഞുങ്ങൾക്ക് പല്ലുണ്ടാവില്ല. കുഞ്ഞുങ്ങളെ പറ്റി നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ടല്ലേ. എന്തായാലും എന്റെ മുരുക, ഈ റിങ്കി പറഞ്ഞ ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. ടീം എ തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും സെക്കൻഡ് റൗണ്ട് ആയപ്പോ ഫുൾ ചാർജിൽ അവർ തിരിച്ച് മടങ്ങിയെത്തി. മക്കളെ കൊടുകൈ കാത്തു മക്കളെ. എവിടെ പോയി ടീം ബി? ഇനി നമുക്ക് 2 ചാൻസ് ഉണ്ട്. ഡോണ്ട് വറി. ഓക്കേ, ശരി, നമ്മള് പൊളിക്കണം. ശരി, അടുത്ത ചോദ്യം. അതിനു മുന്നേ ആരാണ് വരാൻ പോകുന്നത്? പാർവതി. പാർവതി, നമ്മൾ എവിടെയാണെന്ന് അറിയാലോ, താഴോട്ട് പോലെ. സിമ്പിൾ ചോദ്യമാണ്. ഒരു കിണറ്റില് 4 തവളയുണ്ട്, ഒരു തവള ചത്തുപോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി കിണറ്റിൽ എത്ര തവള ഉണ്ടാവും? റൺ. സൂപ്പർ. ഓക്കേ, അപ്പോ പാർവതി, ദിവ്യ ശരിക്കും ഒരു വല്ലാത്തൊരു മത്സരം തന്നെയായിരുന്നു. കാരണം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഒന്ന് പാളിപ്പോയത്. ആർക്ക് പാളിപ്പോയി? പാറുവിനൊന്ന് പാളിപ്പോയി. ദിവ്യ ആണ് ഈ ഒരു റൗണ്ടിലെ ആ ഒരു പോയിന്റ് ഫിനിഷിൽ വിന്നർ ആവുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻസർ പറയാതെ എങ്ങനെയാണോ? അല്ല, കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ കുട്ടി കാണാപ്പാടാണ്. ചൂടോടെ പറഞ്ഞുകൊടുത്തേ. ഉത്തരം കോൺഫിഡന്റ് ആയിട്ട് പറയുക. 4. മുരുക, ഇത് കറക്റ്റ് ആണോ? റൈറ്റ് ആൻസർ. അപ്പൊ എന്തായാലും സൂരജിന്റെ സന്തോഷം ഞാൻ പങ്കുചേരുന്നു. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിൽ പങ്കുചേരുന്ന ആ സന്തോഷത്തോടു കൂടി തന്നെ അടുത്ത നമ്മുടെ ചുണക്കുട്ടി ഐശ്വര്യ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ചുണക്കുട്ടി സംശയമില്ല, അനീഷ സീന. അപ്പൊ ചോദ്യം ഇതാണ്, 1 കിലോ മാമ്പഴം കൊണ്ട് 4 ബോട്ടിൽ ജ്യൂസ് ഉണ്ടാക്കുമെങ്കിൽ 4 കിലോ മാമ്പഴം കൊണ്ട് എത്ര ബോട്ടിൽ ജ്യൂസ് ഉണ്ടാക്കും? റൺ. ആയോ, അനീഷയാണ് ആദ്യം ഡോങ്കടിച്ചത്, ഞങ്ങളുടെ ചങ്ക്. അപ്പൊ ഉത്തരം പറഞ്ഞു കൊടുക്ക്. 16. ശരിയാണോ? 16 അല്ലേ? മുരുക, ആ ഉത്തരം ഒന്ന് ശരിയാക്കി കൊടുക്കൂ. അപ്പൊ ഈ റൗണ്ടിൽ ടീം എ ചോദ്യത്തിൽ 3 ചോദ്യത്തിനാണ് ഉത്തരം ശരിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ടീം എക്ക് കിട്ടിയിരിക്കുന്നത് 150 പോയിന്റ്സ് ആണ്. പ്ലീസ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ടീം ബിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 ചോദ്യത്തിന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഒരു ചോദ്യം നമുക്ക് ഫൗൾ ആയിപ്പോയി, മിസ്സായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് 100 പോയിന്റ് ഉണ്ട്. ആ 100 പോയിന്റ് നമ്മൾ ഹാപ്പിയാണ്. അടുത്ത റൗണ്ടിൽ നമ്മൾ പൊളിച്ചെടുക്കും. സോ അടുത്ത റൗണ്ട് വരുന്നവരേക്കും ബോയിങ് കോ-പവേർഡ് ബൈ ലാസ ഐസ്ക്രീമിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. Welcome back to Boing, co-powered by Lhasa Ice Cream.
അപ്പോ നമ്മുടെ ടീം എ നല്ല ചുണക്കുട്ടൻ ഇവിടെ റെഡിയാണ്, ടീം ബിയും റെഡിയാണ്. മാസായിട്ട് നമ്മൾ റെഡിയാണ്. സൂരജ് അവിടെ മുകളിൽ കണ്ടോ 2 ക്യാരക്ടേഴ്സ് നിൽക്കുന്നുണ്ടോ? ഒരാള് ജില്ലു, ഒരാള് ബില്ലു. ആ ജില്ലു ബില്ലു നല്ലൊരു ഹായ് തന്നെ. സൂരജേ, എന്താണ് നമ്മുടെ ഗെയിമിന്റെ പേര്? ഗെയിമിന്റെ പേര് നമുക്കൊക്കെ പരിചയമുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. അപ്പൊ നമ്മുടെ ഈ താമരശ്ശേരി ചുരം കളിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ അവിടെ ജില്ലും ബില്ലും കണ്ടല്ലോ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടീമിനനുസരിച്ച് ഫ്ലാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ബ്ലൂ ഫ്ലാഗ് ഉണ്ട്. ആരാണ് അപ്പൊ ബ്ലൂ ഫ്ലാഗ് എടുക്കുന്നത്? നമ്മൾ ടീം എ. റെഡ് വെച്ചിട്ടുണ്ട്. ആരാണ് എടുക്കുന്നത്? ടീം ബി. ഓരോ ഫ്ലാഗിനും 200 പോയിന്റ്സ് വെച്ചാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് 500 സെക്കൻഡ് ടൈം ഉണ്ട്. ഈ 500 സെക്കൻഡ് ടൈമിനുള്ളിൽ എത്ര പേർക്ക് വേണമെങ്കിലും മേലെ കയറാം. 3 പേരും കയറി കഴിഞ്ഞാൽ 3 പേരും അവിടെ നിൽക്കുക. അങ്ങനെ ഏറ്റവും ആദ്യം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന 500 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര പേര് മുകളിലുണ്ടോ അതായിരിക്കും റിസൾട്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കയറുന്ന സമയത്ത് ഈ സൈഡ് നമ്മൾ പിടിച്ച് കയറാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ കാണുന്ന റെക്സിൻ ഉണ്ടല്ലോ, റെക്സിൻ ഒരിക്കലും നെയിൽസ് ഉപയോഗിച്ച് നമ്മൾ കീറുവാനും, കാരണം ഇവരുടെയൊക്കെ നഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശൂലം പോലത്തെ നഖമുണ്ട്. അതുപോലെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണ്. ആ സ്റ്റെപ്പ് കണ്ടില്ലേ? താമരശ്ശേരി ചുരം പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് കയറാന്നേ ഉള്ളൂ. അവരുടെ സഹായം കിട്ടും. അവരെന്താണ് സഹായമായിട്ട് തരാൻ പോകുന്നത് ഗെയിം തുടങ്ങുമ്പോൾ നമുക്ക് ആ വഴിയെ കാണാം. അപ്പോ ഗൈസ്, ടീം എ റെഡിയാണോ? ടീം ബി ജില്ലു ബില്ലു റെഡിയാണോ? അവര് മ്യൂസിക് ഒക്കെ തന്നു. അപ്പോ അവിടെ വെച്ചിരിക്കുന്ന ഫ്ലാഗിന്റെ നിറങ്ങൾ കണ്ടല്ലോ, ആ നിറങ്ങൾക്കനുസരിച്ച് ഓൾട്ടർനേറ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ശരി, നിങ്ങളുടെ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പോ ടീം എയും ടീം ബിയും അതാത് പൊസിഷനിൽ റെഡിയാണോ? ജില്ലു ബില്ലു റെഡിയാണോ? അപ്പോ റെഡി, 1 2 3 ഗോ. ബാക്കിലോട്ടല്ല, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. പണ്ട് മുട്ടിലഴിഞ്ഞതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് ദിവ്യ. ഇപ്പൊ അതൊക്കെ കാണാനുണ്ട്. തകിട 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 തന്താനോ. ബാക്കിലോട്ടല്ല, മുന്നോട്ട്. Up, 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 up. ടീം എയിലുള്ള ഒരാളും എത്തി. ടീം എയിലുള്ള ഒരാളും എത്തി. സൂപ്പർ പൊളിച്ചോ. ടീം ബി തന്നെ മാസ്. ഇനി വെറും 2 മിനിറ്റ് മാത്രം ബാക്കി. റിങ്കി പാറോ, കം ഓൺ. ഓ മാമ ഡൗസർ കണ്ടിച്ചേ, അമ്മ ഡൗസർ ഔണ്ടിച്ചേ, ഓ മാമ ഡൗസർ കണ്ടിച്ചേ, അമ്മ ഡൗസർ ഔണ്ടിച്ചേ.
മലയിലെ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ പെണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടപ്പൂക്കടി ഇനി വെറും 1 മിനിറ്റ് മാത്രം ബാക്കിയാണ്. പാറു, റിങ്കി, യു ക്യാൻ. അയ്യോ. Only 20 seconds. 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അവിടുന്ന് ഒരു ചീറപ്പ് കേൾക്കട്ടെ. നമ്മുടെ മുത്തുകള് രണ്ടുപേരും അടിപൊളി പൊളിച്ചടുക്കി. അപ്പോ തേർഡ് റൗണ്ടിലെ താമരശ്ശേരി ചുരം എന്തായാലും ചുരം കീഴടക്കി ടീം ബി. അപ്പോ എന്തായാലും ടീം ബിയും നിങ്ങൾ പോയതുപോലെ തിരിച്ചിങ് വരൂ മക്കളെ. പൊളിച്ചടുക്കും പിടിച്ചെടുക്കും പൊളിച്ചടുക്കും പിടിച്ചെടുക്കും. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ട ഏറ്റവും നാണമില്ലാത്ത ടീം നിങ്ങളതാ കേട്ടോ. തോറ്റതിന് ശേഷം പറയണ തോറ്റ ചരിത്രം കേട്ടില്ല. ഇപ്പൊ തോറ്റിട്ടല്ലേ നിങ്ങൾ ഇരിക്കണത്. അത് എത്ര പോയിന്റ്? ചെറിയ പോയിന്റ് അവസാനിക്കില്ല. ഇനി അടുത്ത നമ്മളൊരു എപ്പിസോഡിൽ വീണ്ടും കാണും. അപ്പൊ നിനക്ക് സ്കോർ ഒന്നും പറയണ്ട. ഞാനാ പറയാൻ പോണത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതായത് ഫസ്റ്റ് റൗണ്ടില് കിടിലൻ മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തില് ഇവരുടെ ടീം ജസ്റ്റ് 40 പോയിന്റ് എടുത്തപ്പോ ഞങ്ങൾ 60 പോയിന്റ് എടുത്തു. ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നപ്പോ ഞങ്ങള് ഒരു കടുകിട ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് ചാടി. അത് പുലി പതുങ്ങുന്നത് എടുത്തു ചാടാനാണ് എന്ന് പറയുന്ന പോലെ ആ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് 150 പോയിന്റ് കിട്ടി. നെവർ മൈൻഡ്, നമ്മൾ 100 പോയിന്റ് നേടി. പിന്നെയാണ് നമ്മൾ ഐറ്റത്തിലേക്ക് വന്നത്. നമ്മുടെ ആ ഒരു സംഭവം താമരശ്ശേരി ചുരത്തിൽ നമ്മൾ പാഞ്ഞു കയറിയിട്ട് വാങ്ങിയ പോയിന്റ് എത്രയാ? 400 പോയിന്റ് വാങ്ങി. അങ്ങനെ 560 പോയിന്റ് നേടിയിട്ട് ടീം ബി ഈസ് ദ വിന്നർ. നിങ്ങളുടെ പോയിന്റ് കൂടി പറഞ്ഞാ 390 കേട്ടാ. ഓക്കെ, അപ്പം കൺഗ്രാറ്റ്സ് ടീം ബി. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു ബോയിങ്ങില്. പക്ഷേ എപ്പിസോഡിനെ സംബന്ധിച്ച് നിങ്ങളോടാണ് അഭിപ്രായം ചോദിക്കേണ്ടത്. എന്റെ ടീം എക്ക് ആദ്യം റിങ്കി പറയും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഫൺ ആയിട്ടുള്ള ഒരു ഗെയിം സെഷൻസ് എല്ലാമായിരുന്നു. അടുത്തൊന്നും ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത് പാർവതി. എനിക്ക് ഒരു ഇടക്കാലം വരെ എന്തെങ്കിലും തോറ്റാലൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യമായിട്ട് തോറ്റിട്ട് എനിക്ക് ഇത്ര സന്തോഷം വന്നതല്ലേ? വേറൊന്നും കിട്ടല്ല. ലാസ്റ്റിലത്തെ ആ ഒരു ഗെയിം തോൽവി ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഐശ്വര്യക്കാണ് പറയുന്നത്. ഐശ്വര്യ ചടയെന്ന് പറഞ്ഞാൽ മുകളിലെത്തി. എനിക്ക് സത്യം പറഞ്ഞ വണ്ടർലായിൽ വന്ന പോലെ തോന്നുന്നു. ലാസ്റ്റ് വരവ് താഴേക്കുള്ളത് സൂപ്പർ ആയിരുന്നു, അടിപൊളി, ശരിക്കും എൻജോയ് ചെയ്തു. ജയിച്ച ടീമിന്റെ ആദ്യത്തെ വജ്രായുധം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വജ്രായുധാണെന്ന്. എല്ലാം വജ്രായുധങ്ങൾ. ആദ്യത്തെ എന്റെ വജ്രായുധം ഹർഷ പറഞ്ഞു കൊടുക്ക്. ഫസ്റ്റില് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടാസ്ക് അതായിരുന്നല്ലോ. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ഒരു പോയിന്റ് പോലും എടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിൽ ഭയങ്കര വാശിയായി വിഷമമുണ്ട്. എങ്ങനെയെങ്കിലും പോകുന്നതിന് മുന്നിൽ ഏതെങ്കിലും ഒരു ടാസ്കില് ഒരു പോയിന്റ് നേടണോന്നുള്ളൊരു വാശി ചിന്തിച്ചില്ല. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. താമരശ്ശേരി എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ എനിക്ക് ആക്ച്വലി ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും കയറിയാൽ മതി എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരെയും നോക്കിയിട്ട് മതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നന്നായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു.
പിന്നെ എല്ലാവരും എൻ്റെ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല ഒത്തൊരുമോട് തന്നെ ചെയ്യാൻ വെരി ഗുഡ്, വെരി ഗുഡ്. അനീഷ, ഇതെന്റെ ഫസ്റ്റ് ഗെയിം ഷോ ആണ്. ഇതുപോലെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. സോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി സന്തോഷിച്ചു, ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. സോ ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഗൈസ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു, നന്നായിട്ട് ആഘോഷിച്ചു, എല്ലാവരും സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിലൂടെ മറ്റൊരു സന്തോഷം കൂടെ അറിയിക്കാനുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ, ഈ ഒരു സൂപ്പർ എപ്പിസോഡിൽ എന്താണ് ആ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ, അതായത് അങ്ങനെ ഒരാൾ ഈ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ട്. ബോയിൽ ഇന്നത്തെ സൂപ്പർ എപ്പിസോഡിൽ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ അയാൾക്ക് കിട്ടാൻ പോകുന്നത് സെബ്രോണിക്സ്, ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ goes to the one and only Aishwarya. ബോയിങ് co-powered by ലാസ ഐസ്ക്രീമിന്റെ ഒരു സൂപ്പർ ധമാക്ക എപ്പിസോഡിന് വിരാമമിടാൻ സമയമായി. പക്ഷേ ഇന്നത്തെ കിടുക്കാച്ചി എപ്പിസോഡിന് ശേഷം നാളെ ഇതുപോലത്തെ ഒരു കിടുക്കാച്ചി ടീമുമായിട്ട് നാളെ ഞങ്ങൾ വരുന്നതാണ്. സി കേരളത്തിന്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു വമ്പൻ എപ്പിസോഡുമായിട്ട് നാളെ എത്തുന്നു. Now we are signing off. This is Deepan and Suraj.